നമസ്കാരം. കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും കത്തുന്ന വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ഈ രണ്ട് പിണറായി സർക്കാരുകളും ഇക്കാര്യത്തിൽ കാട്ടിയ അലംഭാവവും സി പി എമ്മിൻ്റെ നേതാക്കൾ നടത്തിയ തട്ടിപ്പുകളുടെയൊക്കെ ഓരോ കഥകളും ദിവസവും പുറത്തു വരുമ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം ശബരിമല ശാസ്താവ് അയ്യപ്പൻ എന്ന് പറയുന്നത് കേരളീയരുടെ മൊത്തത്തിലുള്ള ഒരു വലിയൊരു പൊതുവികാരമാണ്. അവിടെ കയറി കൊള്ള നടത്തിയ സി പി എം നേതാക്കളുടെ ഓരോ ചരിത്രവും ദിവസവും പുറത്തു വരുമ്പോൾ ഇത് തിരഞ്ഞെടുപ്പിന് തങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാകും എന്ന് അവർക്ക് ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്നാണ് ഒരു ടി വി ചാനലിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാദത്തിലെ ഓഡിയോ പുറത്തു വരുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഈ ഒരു ഓഡിയോ പുറത്ത് വരുന്നതിനെക്കുറിച്ച് സ്വാഭാവികമായും ധാരാളം കാര്യങ്ങൾ നമ്മൾ സംശയിക്കേണ്ടി വരും. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അടുത്തതായി ഒരുപക്ഷെ അകത്താകാൻ സാധ്യതയുള്ള രണ്ടുപേർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തും അതുപോലെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമാണ്. ഏതായാലും പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കടകംപള്ളി കുരുക്കിലാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് PS പ്രശാന്ത് തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പോഴും പിന്നീട് നടന്ന പല കാര്യങ്ങൾക്കും, അതായത് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നടന്ന പല സംഭവങ്ങളും അതിൽ നിന്ന് പ്രശാന്തിന് ഒഴിഞ്ഞു മാറാനും കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും പ്രശാന്തിനും കുരുക്ക് മുറുകയാണെന്ന് മനസ്സിലായി. PS പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനും അകത്താവുകയാണെങ്കിൽ അത് തിരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ ഗുരുതരമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം ഉള്ള സാഹചര്യത്തിൽ ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിന് നിയമ നടപടികളുമായി നിസ്സഹകരിക്കാൻ കഴിയുകയില്ല. അതായത് ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടം പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ചാൽ സർക്കാർ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം അന്വേഷണ സംഘം നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഹൈക്കോടതിക്കാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അത് തിരഞ്ഞെടുപ്പിന് വലിയ തോതിലുള്ള തിരിച്ചടിയാകും എന്നവർ ഭയക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും, മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇപ്പോൾ പ്രചാരണ രംഗത്ത് അത്ര സജീവമല്ല. സാധാരണഗതിയിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണെങ്കിൽ പോലും പിണറായി വിജയൻ എല്ലാ ജില്ലകളിലും ഓടി നടന്ന് പ്രസംഗിക്കുന്ന പതിവൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെ ഒരു വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിക്കാതെ ഇരിക്കുകയാണ്. സി പി എമ്മിൻ്റെ നേതാക്കളുമൊക്കെ തന്നെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആന്തൂരിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഉരുണ്ട് കളിക്കുകയാണ്. ശബരിമലയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ അവർ പറയുന്നത് നീതി നടപ്പിലാക്കും, ഞങ്ങൾ കള്ളന്മാരെ പിടികൂടും എന്നൊക്കെയാണ്. പക്ഷേ ഈ രണ്ടുപേർ, അതായത് PS പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനും പിടിയിലായാൽ അത് വലിയ തോതിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് സി പി എമ്മിന് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ തന്നെയായിരിക്കാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള ഈ പഴയ കേസ് വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ അതേസമയം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമായിരിക്കാം സർക്കാർ നടത്തുന്നത്. നേരത്തെ ഈ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരുപക്ഷെ ആ പെൺകുട്ടിയെ സമ്മർദ്ദം ചെലുത്തി പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും അവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും. കേരളത്തിലെ ജനസമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രാഷ്ട്രീയ നേതാവിനെയും പൊതുപ്രവർത്തനത്തെ സംബന്ധിച്ച് അവരുടെ പേരിലൊരു പെണ്ണ് കേസ് ഉണ്ടാവുകയാണെങ്കിൽ അത് വല്ലാത്ത തോതിലുള്ള ഒരു വിപ്രതിപത്തി ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം മറികടക്കാൻ വേണ്ടി ഇവർ സ്വീകരിച്ച ഈ നിലപാടാണോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ പെട്ടെന്ന് വന്ന ഈ ഒരു ഓഡിയോ വിവാദമെന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഈ ഓഡിയോ പുറത്ത് വിട്ടതൊരു TV ചാനലാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയുമില്ല. എങ്കിൽ പോലും ഈ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് PS പ്രശാന്തും കടകംപള്ളി സുരേന്ദ്രനും ബദലായി അവർ ഒരുപക്ഷെ കണ്ടുവയ്ക്കുന്നത് ഈ ഒരു അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലും തന്നെയായിരിക്കും. കാരണം ഇവർ രണ്ടുപേരും അറസ്റ്റിലായാൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും കൂടെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഒരുവിധം നിരപ്പാക്കി കൊണ്ടുപോകാനായിരിക്കാം CPM നേതൃത്വം ശ്രമിക്കുക. PS പ്രശാന്ത് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ തനിക്കിതുമായി ഒരു ബന്ധമില്ല എന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നത്. എങ്കിൽ പോലും ഹൈക്കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളിൽ പ്രശാന്തിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2023 സ്വർണ്ണപ്പാളികൾ ഇളക്കി കൊണ്ടുപോകാൻ അനുമതി നൽകിയ തീരുമാനത്തിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് ഇപ്പോൾ ചോദ്യം ഉയരുന്നുണ്ട്. ഹൈക്കോടതിയുടെ അനുമതി കൂടാതെ തന്നെയാണ് ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും ഇളക്കി ചെന്നൈ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അന്ന് പ്രശാന്ത് തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള കാര്യം പ്രശാന്തിനെ ശരിക്കും ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. ശബരിമലയിൽ എന്ത് നിർമ്മാണത്തിനും ശബരിമല സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണറുടെ കൂടി അനുമതി വാങ്ങേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന ആളാണ്. അവരുടെ ഒന്നും അനുമതി വാങ്ങാതെ ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും കൊടുത്തയക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ അത്ര നല്ല ഉദ്ദേശമല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരുടെ എല്ലാവരുടെയും സന്തത സഹചാരിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായും
പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി വന്ന PS പ്രശാന്തുമായൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നല്ല ബന്ധം തന്നെയാണ് സൂക്ഷിച്ചിരുന്നത്. എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായി ഇയാൾ നല്ല ബന്ധം സൂക്ഷിക്കുകയും എല്ലാവരുമായും കച്ചവടങ്ങൾ നടത്തുകയും ചെയ്ത സ്ഥിതിക്ക് പ്രശാന്തിൻ്റെ പങ്കും അന്വേഷിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല ഇനി അങ്ങോട്ട് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ PS പ്രശാന്തിനെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മന്ത്രിയായിരുന്ന ഇപ്പോൾ MLA ആയ കടകംപള്ളി സുരേന്ദ്രനെയും അറസ്റ്റിലാകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ നിന്ന് ആ സാഹചര്യത്തിൽ നിന്ന് തൽക്കാലം തടി തപ്പാൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിലും പൊടിയിടാൻ വേണ്ടി തന്നെയായിരിക്കാം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ ഓഡിയോ പുറത്തുവിട്ടുകൊണ്ട് CPM അതിനെ തങ്ങളുടെ ഈ ശബരിമല കൊള്ളയിലെ പങ്ക് പ്രതിരോധിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2025 സെപ്റ്റംബർ 7 ഓണപൂജകൾ തീർത്ത് രാത്രി നട അടച്ച ശേഷം അവിടുന്ന് പാളികൾ ഇളക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വിട്ടത് സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ തന്നെയാണ്. ഹൈക്കോടതി വിധിയെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രശാന്ത് ഇതിനെക്കുറിച്ച് പിന്നീട് പ്രതികരിച്ചത്. ഇതൊക്കെ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ കടകംപള്ളി സുരേന്ദ്രനും ഈ ഒരു സംഘങ്ങളുമായുള്ള ബന്ധമൊക്കെ തന്നെ ഇപ്പോൾ അന്വേഷണ വിധേയമാണ്. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പത്മകുമാറും വാസുവും അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാരുമൊക്കെ നൽകുന്ന മൊഴികൾ തീർച്ചയായും കടകംപള്ളി സുരേന്ദ്രനെയും വെട്ടിലാക്കും എന്നുള്ളത് ഉറപ്പാണ്. അവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അടുത്ത നടപടി സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തൽക്കാലത്തേക്ക് തടിതപ്പാൻ വേണ്ടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം ഇവർ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒക്കെ തന്നെ വോട്ട് ചോദിച്ച് ഓരോ വീടുകളിൽ ചെല്ലാൻ പോലും ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം ഏത് വീട്ടിൽ ചെന്നാലും ശബരിമലയിലെ വിഷയം ആളുകൾ ചോദിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പണ്ടത്തെ കാലത്തെ പോലെ പല നേതാക്കന്മാരും ഒറ്റയ്ക്ക് വീട് കയറി ഇറങ്ങി വോട്ട് ചോദിക്കുന്ന രീതിയൊക്കെ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. പലപ്പോഴും സ്ഥാനാർത്ഥിക്കൊപ്പം മാത്രമാണ് പ്രാദേശിക നേതാക്കന്മാർ ചെല്ലുന്നത്. എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് പെട്ടെന്ന് തന്നെ വോട്ട് ചോദിച്ച് അവിടെ നിന്ന് തടിതപ്പാനാണ് പലരും ശ്രമിക്കുന്നത്. കാരണം ആളുകളെല്ലാം തന്നെ ജാതിമത ഭേദമന്യേ ശബരിമലയിലെ കാര്യം തങ്ങളോട് ചോദിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് തിരഞ്ഞെടുപ്പിന് ഒരുപക്ഷെ തങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി മാറും എന്നും CPM ഭയക്കുന്നത്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന തിരിച്ചടി ഒരുപക്ഷെ നാളെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും സംഭവിക്കുകയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ എന്ന അവരുടെ സ്വപ്നവും യാഥാർത്ഥ്യമാകാതെ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പുതിയ അടവുമായി ഇവർ രംഗത്തെത്തിയിട്ടുള്ളത്.